ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെഡ്ഡിങ് ഡേ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തലേദിവസം രാത്രിയിലത്തെ അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി എഴുന്നേറ്റു റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. അതെല്ലാവരും കഴിച്ചു. പിന്നെ ഇനി റെഡി ആവാത്തവരൊക്കെ റെഡി ആവാൻ പോയിട്ടുണ്ട്. ഇത് സാറമോള് ഫ്ലവർ ഗേളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ബൊക്കൊക്കെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാവിയും കുഞ്ഞാവിയും ഉച്ചക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കട്ടിലുമ്മ കയറി ഇരുന്നിട്ട് പിന്നെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സാറമോള് എല്ലാവരോടും ഭയങ്കര സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വാവ സാറമോളിനൊക്കെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചു. അതിന് എല്ലാവരും റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി കല്യാണം ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ച് കല്യാണം ഇറങ്ങാണ്. ഇതേ അച്ചാച്ചനും അപ്പും ഉണ്ണിയും ചിപ്പിയും മേമയും കൊച്ചപ്പനും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം ഇറങ്ങുന്ന സമയത്ത്. ഞാൻ അച്ചാച്ചൻ കൈ പിടിച്ചിട്ട് ഉണ്ണീനെ ഇറക്കി കൊണ്ടുപോവാണ് പള്ളിയിലോട്ട്. പള്ളിയിൽ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ. ഇതാണ് പെൺകുട്ടിയുടെ മന്ത്രകോടിയുടെ ബാസ്ക്കറ്റ്. അപ്പോൾ മന്ത്രകോടിയൊക്കെ സെറ്റാക്കി ജാസ് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കാറിൽ കയറിയിട്ട് പഴഞ്ഞി പള്ളിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പഴഞ്ഞി സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണക്കെട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇതാ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് മേമ പോണു. പിന്നെ ഞങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പള്ളിക്കകത്തേക്ക് പോയി. ഇനി അച്ചാച്ചൻ ചെറുക്കനെ കൈ പിടിച്ചിട്ട് പള്ളിക്കകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ സമയത്ത് തിരശ്ശീല ഇടുകയാണെങ്കിൽ ആ സമയത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ തിരശ്ശീല മാറ്റിയ സമയത്ത് വേഗം തന്നെ ചെറുക്കനായിട്ട് അച്ചാച്ചൻ അകത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് കുർബാന കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചാത്ത കുർബാനകളും പിന്നെ ഒരു വാഹനം വാഴ്ത്തണ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ കല്യാണക്കെട്ടിന് വന്നത് കേട്ടോ. അപ്പോൾ ഒരു 11 മണിയോട് കൂട്ടാണ് കല്യാണക്കെട്ടിനെ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മമ്മിയുടെ അച്ചാച്ചൻ്റെ മോളുണ്ട് ഷീല ആൻറ്റി. അപ്പോൾ ഷീല ആൻറ്റിയുടെ മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇത് ശരിക്കും മമ്മിയുടെ പോലത്തെ ഒരു മുഖച്ചായില്ലേ ഈ ആൻറ്റിക്ക്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി മുതിരപ്പേരിയൊക്കെ എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കഞ്ഞി മുതിരപ്പേരി. ഇത് മമ്മിയുടെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, കൊച്ചമ്മ. അങ്ങനെ കൊച്ചമ്മയും അവരൊക്കെ കൂട്ടി പള്ളിക്ക് തന്നെയാണ് കല്യാണക്കെട്ടിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നേഹ പള്ളിക്കകത്തിരിക്കുന്നുണ്ട്. അതിനെ കല്യാണക്കെട്ട് തുടങ്ങേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ മദ്ബഹയിൽ കയറിയിട്ട് ശുശ്രൂഷ കുപ്പായൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും മന്ത്രകോടിയും താലിയൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കല്യാണക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കല്യാണയുടെ കുറച്ച് ഭാഗങ്ങളാണിത്. ഇത് താലികെട്ട്. അങ്ങനെ ഉണ്ണിയും നേഹയൊക്കെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് വേണം. അത് കഴിഞ്ഞതിന് ശേഷം ബൊക്കയും മാലയൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. സാറമോൾ ബൊക്കെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. വരാൻ വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ. ഇത് തന്നെ കുഞ്ഞുമോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ അവൻ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് വരാത്തവരെ വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവനെ. പിന്നെ എന്തായാലും ഒക്ടോബർ ആകുമ്പോഴേക്ക് എത്തും. അപ്പോൾ ഇത് മാല കൊടുക്കാനും ബൊക്കെ കൊടുക്കാനൊക്കെ പിള്ളേരനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ക്യാമറമാനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബൊക്കയും മാലയൊക്കെ അവർക്ക് കൈമാറി. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ഓഡിറ്റോറിയത്തേക്കാണ് എല്ലാവരും പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കസിൻ സിസ്റ്റേഴ്സൊക്കെ വിട്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അച്ചാച്ചൻ്റെ കാറിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് എത്തി. അവിടെ എല്ലാം സെറ്റാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ പലതരത്തിലുള്ള ടീകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത കൗണ്ടറിൽ സ്റ്റാർട്ടറാണ്. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഫിഷ് ഫിംഗറും ചിക്കൻ ലോലിപോപ്പും ഫ്രഞ്ച് ഫ്രൈസും ആണ്. അപ്പോൾ അതിലേക്ക് 2 ഡിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 3 തരം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കഴിച്ച് ഓട്ടോയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. പാങ്കറി എന്ത് ജാസുമാണ്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 പേരുടെയും ഫാമിലീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ. അതിനുശേഷം അച്ഛൻ സ്റ്റേജിൽ കയറി. പിന്നീട് തിരി തെളിയിക്കലാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു തിരി തെളിയിക്കുന്നതുകൊണ്ട് ഇവരുടെ ജീവിതം വളരെയധികം ശോഭപൂർണ്ണമാവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഇവർക്ക് വേണം. ഞാൻ തിരി തെളിച്ചതിന് ശേഷം അച്ഛൻ മധുരം എടുത്ത് വാഴ്ത്തി പ്രാർത്ഥിച്ച് അവരെ വലിയപ്പാപ്പയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വലിയപ്പാപ്പ അത് 2 പേർക്കും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ മധുരം കൊടുക്കട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം തലേദിവസം പാടിയ പോലെ തന്നെ കേട്ടില്ല എന്നുള്ള പാട്ടൊക്കെ പാടിയതിന് ശേഷം അങ്ങനെ ഷെയർ ചെയ്തു. മധുരം കഴിച്ചിട്ടുണ്ട്. മധുരം കഴിച്ചതിന് ശേഷം ഓരോ ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കളഭം ചാർത്തൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കളഭമൊക്കെ സെറ്റാക്കിയിട്ട് കളഭം ചാർത്തലുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ആ മെസ്സേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേക്ക് കട്ടിങ് സെറിമണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കേക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം ഷെയർ ചെയ്തു. അപ്പോൾ ആ മാധുര്യമേറിയ ജീവിതത്തിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അവർക്ക് വേണം.
അങ്ങനെ ആ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു. ഷെയർ ചെയ്തതിന് ശേഷം പിന്നീട് അച്ഛൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നു. ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെ ഓരോ ഫാമിലീസായിട്ട് സ്റ്റേജിൽ കയറുന്നുണ്ട്. ഇത് ഞങ്ങൾ സിസ്റ്റേഴ്സ് കയറിയിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾ പ്രസൻറ്റ് കൊടുത്തതാണ്. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു കൊളാഷ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു. അത് ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടത്. അതിനുശേഷം പിന്നെ ഓരോരുത്തരുടെ ഫാമിലിയും സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം 2:30-2:45 ആയിട്ടുണ്ടായിരുന്നു ടൈം. ഒരുപാട് ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് അടിപൊളി ചോറും കറികളായിരുന്നു കേട്ടോ. പിന്നെ വേറെയും വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ കോഴിക്കോട്ടേക്ക് പോകും. നാളെ 4ാം കല്യാണമാണല്ലോ. ശരിക്കും ഞങ്ങൾ പിറ്റത്തെ ദിവസം രാവിലെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങളുടെ ഫാമിലി അച്ഛൻ്റെ ഫാമിലിയും കൂട്ട്. അപ്പോൾ അവർ പറഞ്ഞു കാറിൽ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ തലേദിവസം തന്നെ പോകുന്നു പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് തീരുമാനം എടുത്തത്. അപ്പോൾ വേഗം ഫ്രഷായി വന്ന് ഞങ്ങൾ കല്ലുമ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് എത്തിയത്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അധികം താമസിക്കാണ്ട് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാറ് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. മാമിയും കൊച്ചപ്പനും കൂട്ട് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പൂൻ്റെ കാറിലാണ് കയറിയത്. ഒരു 8-8:45 കൂട്ടാണ് ഞങ്ങൾ കോഴിക്കോട് എത്തി. അപ്പോൾ ഞങ്ങൾ പിന്നാലെ ഉണ്ണി നേഹി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വീട് കണ്ട ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ നൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ട് പിന്നാലെ തന്നെ അച്ചാച്ചനും ആൻറ്റിയും മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വേറെ കാറിലായിരുന്നു. അപ്പോൾ അവർ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതാ ഉണ്ണി നേഹിയും വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും മറുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവരെ അകത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയുടെ ഫ്രണ്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. സുബിൻ എന്നാണ് പേര് കേട്ടോ. അവനും വൈഫുണ്ടായിരുന്നു, ഇവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാമ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറ്റിയാണ്. അപ്പോൾ വലത് കയറി വെച്ച് അവർ കയറുന്നുണ്ട്. അപ്പോൾ ആ പാസ് ചെയ്തതാണ് കേട്ടോ സുബിൻ. അങ്ങനെ അവരെന്നെ അവിടെ ഇരുത്തി മാമ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് കൊടുത്ത് രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാമ നെഹയ്ക്ക് ഒരു പ്രസൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രേസ്ലെറ്റാണ്. അപ്പോൾ അത് മാമ കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരെ കുറച്ച് നേരം അവിടെ ഇരുത്തി ഞങ്ങളെല്ലാവരും ജ്യൂസൊക്കെ കഴിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ അവർക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫോണിലൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവർ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. ഫ്രഷായി വരുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം പണികളാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കായിരുന്നു അവിടെ. അങ്ങനെ അവർ വരണ വരെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു എല്ലാവരും. പിന്നെ എല്ലാവർക്കും ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. തലേദിവസത്തെയും പിന്നെ പിറ്റത്തെ ദിവസത്തെയൊക്കെ അലച്ചിലായിരുന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഈ പിള്ളേർ ഇവിടെ ഇരുന്നിട്ട് ഉഷാറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാവ കുഞ്ഞാവിയും ലച്ചും സാറമ്മൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞമ്മ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫ്രഷായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാം പോവാണ്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ണിക്ക് ഇനി അടുത്ത എന്ത് പണിയെന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. വീണ്ടും ഇത് കുട്ടികളിനൊക്കെ ആയിട്ട് കളിക്കുകയാണ്. അങ്ങനെ അമ്മു കുട്ടികളിനായിട്ടുള്ള കളിയിലാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ അവരും ഉറക്കം വരണമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് കളിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി 12 മണി വരെ ഇരുന്നിട്ട് എല്ലാവരും കളിച്ചു. അതിനുശേഷം ഇതേ ഉണ്ണീനെയും നേഹേനെയൊക്കെ എടുത്തിട്ട് മനപ്പെടുത്തും അതൊക്കെ നോക്കി ചോദിക്കുകയായിരുന്നു. പിന്നീട് ഡംഷറാട് പോലത്തെ ഗെയിംസൊക്കെ അവർക്ക് കൊടുത്തു. അതൊക്കെ അവർ കളിച്ചു. കുറേ കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ റൂമിലോട്ട് കയറ്റി വിട്ടത്. നേഹ സാറമ്മോളായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മുവാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പണിയൊക്കെ കൊടുത്ത് സൂപ്പറായിരുന്നു. അങ്ങനെ നേരം പോയത് അറിഞ്ഞേയില്ല. എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ചപ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അത് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സന്തോഷിക്കുന്നത്. അതിനുശേഷം നേഹയ്ക്ക് പാലൊക്കെ കൊടുത്തിട്ട് റൂമിലോട്ട് കയറ്റി വിടുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്ത് പണിയാണ് ഇനി റൂമിൽ വെച്ചിട്ടുള്ളത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വരിക്ക് അവരുടെ കൂടെ കയറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് അങ്ങനെ കയറിയപ്പോൾ തന്നെ ബെഡിൽ പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫാറ്റപ്പോൾ ഫാൻ്റെ മുകളിൽ നിന്ന് കുറേ പൂക്കളൊക്കെ താഴത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ്ങിൻ്റെ സൂപ്പറായിട്ട് ആഘോഷിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബായ്.